മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്. ജന്മനായുള്ള ഡൗൺ സിൻഡ്രോം അവസ്ഥയെ മറികടന്ന് സംഗീത ലോകത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ചമ്മറോട്ടം സ്വദേശിയായ 10 വയസ്സുകാരി അദ്വിക പി. സുജിത് ശങ്കർ, രേഖ പി സി ദമ്പതികളുടെ മൂത്ത മകളാണ് അദ്വിക. ഇന്ത്യയിൽ നിന്ന് ഡൗൺ സിൻഡ്രോം അവസ്ഥയിലുള്ള ഒരു കുട്ടി ആദ്യമായി കീബോർഡ് പഠിച്ച് ലൈവായി അവതരിപ്പിക്കുകയും ഇത്തരം അപൂർവ റെക്കോർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തത് അദ്വികയാണെന്നതാണ് ഈ നേട്ടത്തിൻ്റെ പ്രത്യേകത. ഡിസബിലിറ്റിയോടെ ജനിച്ച അദ്വികയ്ക്ക് 10 വയസ്സുവരെ വ്യക്തമായ സംസാരശേഷി ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ സംസാരശേഷി മെച്ചപ്പെടുത്തുന്നതിനായാണ് മ്യൂസിക് തെറാപ്പി ആരംഭിച്ചത്. എന്നാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ശ്രദ്ധേയമായ മാറ്റം സ്പീച്ചിൽ പ്രകടമായി. തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ കീബോർഡ് പരിശീലനം ആരംഭിച്ചപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അതിവേഗത്തിൽ കീബോർഡ് വായനയിൽ മികവ് തെളിയിക്കുകയായിരുന്നു അദ്വിക. പഠന വൈകല്യങ്ങളും സംസാരശേഷിയിലുമുള്ള പരിമിതികളുമുള്ള സാഹചര്യത്തിൽ പോലും കീബോർഡ് വായനയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലൈവായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായാണ് വിലയിരുത്തുന്നത്. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് വിവരങ്ങൾ മനസ്സിലാക്കാനും ഓർക്കാനും കൂടുതൽ സമയം ആവശ്യമായതിനാൽ സംഗീതോപകരണങ്ങൾ പഠിക്കുന്നത് സാധാരണയായി വെല്ലുവിളിയാണെന്നാണ് പറയുന്നത്. ഈ നേട്ടത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ അതുല്യമായ സമർപ്പണവും പരിശ്രമവും പ്രത്യേകം പറയേണ്ടതാണ്. എൻ്റെ പേര് രേഖ, ഞാൻ അദ്വികന്റെ അമ്മയാണ്. മോള് ജനിച്ച സമയത്ത് തന്നെ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന്. പിന്നെ അന്ന് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം വിചാരിച്ചു എന്തെങ്കിലും അസുഖമാണെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെയാണ് ഇതൊരു അവസ്ഥയാണ്, പിന്നെ അത് മാറാത്തൊരു അവസ്ഥയാണെന്ന് മനസ്സിലായത്. ജന്മനാനുള്ള ഒരു കുഴപ്പമാണെന്ന് മനസ്സിലായത്. പിന്നെ ഞങ്ങള് ഒരുപാട് തെറാപ്പികളൊക്കെ കൊടുത്തു, സ്പീച്ച് തെറാപ്പി. പിന്നെ 2 വർഷം മുന്നെയാണ് നിഷാദ് സാറിനെ കണ്ടിട്ട് മ്യൂസിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഒരു 3-4 മാസം മുന്നെയാണ് കീബോർഡ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് പിന്നെ റെക്കോർഡൊക്കെ കിട്ടിയത്. കുടുംബത്തിന്റെ നിരന്തരമായ പിന്തുണയും കഠിനമായ പരിശീലനങ്ങളും ചേർന്നാണ് ഈ കൊച്ചുമിടിക്ക് ഇത്തരം ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. സംഗീത പരിശീലനത്തിനൊപ്പം മ്യൂസിക് തെറാപ്പിയുടെ സഹായത്തോടെയാണ് അദ്വികയെ ഈ നിലയിലെത്തിച്ചത്. അദ്വിക ഇതിനോടകം തന്നെ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, നോബൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിൽ ഇടം നേടി ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. അദ്വികയുടെ ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് മലപ്പുറം എടപ്പാൾ സ്വദേശിയായ സംഗീത സംവിധായകനും മ്യൂസിക് തെറാപ്പിസ്റ്റുമായ നിർഷാദ് നിനിയാണ്. 6-7 വർഷമായിട്ട് ഭിന്നശേഷി മേഖലയിലാണ് വർക്ക് ചെയ്ത് വരുന്നത്. ആക്ച്വലി അദ്വിക എൻ്റെ അടുത്ത് വരുന്നത് സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒട്ടും സ്പീച്ച് ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. 1-1.5 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് ഇമ്പ്രൂവ് ചെയ്തെടുത്തു, മ്യൂസിക് തെറാപ്പിയിലൂടെയും അതുപോലെ തന്നെ ബിഹേവിയർ തെറാപ്പിയിലൂടെ എല്ലാം. അതിനുശേഷം നമുക്കറിയാം ഡൗൺ സിൻഡ്രോം അവസ്ഥയുള്ള കുട്ടികളിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവരുടെ IQ ലെവലാണെങ്കിലും സ്പീച്ച് ഡിലേ ആണെങ്കിലും ഹൈപ്പോട്ടോണിയ ആണെങ്കിലും IQ ലെവലാണെങ്കിലും ഒരുപാട് മറ്റുള്ള ഡിസബിലിറ്റി വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ കീബോർഡ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ മാളൊരു അത്ഭുതം പോലെയാണ് അവളത് പെർഫോം ചെയ്ത് നമുക്ക് കാണിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ബേസിക് ആയിട്ടുള്ള എക്സസൈസുകൾ പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ പാട്ടുകൾ വായിക്കുന്ന രീതിയിൽ തന്നെ അവൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 6 മാസത്തിൻ്റെ ഉള്ളിൽ ആണ് ആ മോൾക്ക് ഇത്രയും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംഗീതത്തിലൂടെ ശക്തിപ്പെടുത്തി അവരുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം സജീവമാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം തുടങ്ങി അവസ്ഥയിലുള്ള കുട്ടികളുമായി പ്രവർത്തിച്ച വ്യത്യസ്തമായ മ്യൂസിക് തെറാപ്പി മാതൃകകൾ അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഭിന്നശേഷി മേഖലയിൽ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2025 കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തന മികവിന് സംസ്ഥാന അവാർഡും നിർഷാദ് നിനി കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്വികയുടെ പരിശീലനത്തിൽ പങ്കാളികളായ മറ്റു അധ്യാപകരും ഈ വിജയഗാഥയിലെ പ്രധാന ഘടകങ്ങളാണ്. സെറിബ്രൽ പാൾസി അവസ്ഥയുള്ള മ്യൂസിക് തെറാപ്പിസ്റ്റായ കാഞ്ഞങ്ങാട് സ്വദേശി ആരോമലും റിഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് റീമയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷാനിബയും അദ്വികയുടെ കഴിവുകൾ വളർത്തിയെടുത്ത് മികച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട്.